ഡിസംബർ 30 രക്തസാക്ഷികളായ വിശുദ്ധ സബിനൂസും സഹവിശുദ്ധരും. വിശുദ്ധ സബിനൂസ് ഇറ്റലിയിലെ പല നഗരങ്ങളിലെയും മെത്രാൻ ആയിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടിച്ചമർത്തലിൽ വിശുദ്ധ സബിനൂസും അദ്ദേഹത്തിൻ്റെ ധാരാളം പുരോഹിതന്മാരും തടവിലാക്കപ്പെട്ടു. എട്രൂരിയയിലെ ഗവർണറായിരുന്ന വെനൂസ്റ്റിയൻ അവരെ തൻ്റെ പക്കൽ കൊണ്ടുവരികയും ജൂപ്പിറ്ററിൻ്റെ ഒരു പ്രതിമ വിശുദ്ധൻ്റെ കയ്യിൽ നൽകിക്കൊണ്ട് അതിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിശുദ്ധനാകട്ടെ നിന്ദാപൂർവം ആ പ്രതിമ നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. ഇതിൽ കുപിതനായ വെനൂസ്റ്റിയൻ വിശുദ്ധൻ്റെ 2 കരങ്ങളും മുറിച്ചു കളയുവാൻ ഉത്തരവിട്ടു. വിശുദ്ധൻ്റെ 2 പുരോഹിതാർത്ഥികളായ മാർസെല്ലൂസ് എക്സുപെരാന്റിയൂസ് എന്നിവരും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചതിനാൽ അവരെ ചമ്മട്ടി കൊണ്ടടിക്കുകയും അമിതമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇത്തരം പലവിധ പീഡനങ്ങൾ മൂലം അവർ 2 പേരും അധികം താമസിയാതെ മരണമടഞ്ഞു. സബിനൂസിനെ കാരാഗ്രഹത്തിലടയ്ക്കുകയും മാർസെലൂസ് എക്സുപെരാന്റിയൂസ് എന്നിവരുടെ മൃതദേഹങ്ങൾ അസീസിയിൽ മറവ് ചെയ്യുകയും ചെയ്തു. സെറേന എന്നു പേരായ ഒരു വിധവ തൻ്റെ അന്ധനായ മകനെ വിശുദ്ധ സെബിനൂസിൻ്റെ പക്കൽ കൊണ്ടുവന്നു. കൈകൾ മുറിച്ചു നീക്കപ്പെട്ട വിശുദ്ധൻ അവരെ അനുഗ്രഹിക്കുകയും തൽഫലമായി ആ വിധവയുടെ മകൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത് കണ്ടു നിന്ന വിശുദ്ധൻ്റെ സഹതടവുകാർ ഉടനെ തന്നെ മാമോദീസ സ്വീകരിച്ചു. ഈ സംഭവം കണ്ണുകൾക്ക് അസുഖം മൂലം പീഡനമനുഭവിച്ചിരുന്ന ഗവർണറായ വെനൂസ്റ്റിയൻ്റെ മതപരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും പിന്നീട് ക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ ജീവൻ നൽകിയതായി പറയപ്പെടുന്നു. സ്പോലെറ്റോയിൽ വെച്ച് വിശുദ്ധ സെബിനൂസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയും അവിടെ നിന്നും 1 മൈൽ അകലം അടക്കം ചെയ്യുകയും ചെയ്തു. മഹാനായ വിശുദ്ധ ഗ്രിഗറി പറയുന്നതനുസരിച്ച് ഫെർമോ നഗരത്തിനടുത്തായി വിശുദ്ധൻ്റെ ആദരണാർത്ഥം ഒരു ദേവാലയം പണി കഴിപ്പിക്കുകയും സ്പോലിറ്റോയിലെ മെത്രാനായിരുന്ന ക്രിസാന്തയിൽ നിന്നും വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ ഈ ദേവാലയത്തിനായി ആവശ്യപ്പെടുകയും ചെയ്തു. അഗാധമായ പാണ്ഡിത്യവും വിശുദ്ധിയും നിറഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം.